ഛത്തീസ്ഗഡിൽ ജയിലിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെക്ഷൻ കോടതി പരിഗണിക്കില്ല എന്ന വാർത്ത നമ്മൾ അറിഞ്ഞു. അതിനി നേരെ പോകുന്നത് NIA കോടതിയുടെ മുമ്പിലേക്കാണ്. ഇപ്പോഴും മനസ്സിലാവാത്തത് കന്യാസ്ത്രീകൾ ചെയ്ത കുറ്റം എന്താണ് എന്നുള്ളതാണ്. എന്ത് ആരോപണമാണുള്ളത്? മതപരിവർത്തനം അവിടെ ഇല്ല, മനുഷ്യക്കടത്തും അവിടെ തെളിയിക്കാനാവുന്നില്ല. കാര്യം അവരുടെ സമ്മതപത്രമുണ്ട്, അവർ 18 വയസ്സ് തികഞ്ഞവരാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. പക്ഷേ എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് BJP അയച്ച പ്രതിനിധി ഛത്തീസ്ഗഡിൽ തുടരുന്ന നമ്മുടെ അനൂപ് ആന്റണിയുടെ പ്രതികരണമാണ്. ഇന്ന് ജന്മഭൂമി പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് ഇത്. അതും ഫ്രണ്ട് പേജിൽ. നീതിപൂർവമായ പരിഹാരം ഉണ്ടാകുമെന്നാണ് അനൂപ് ആന്റണി അതിൽ ഉറപ്പ് നൽകിയിട്ടുള്ളത്. റായ്പൂരിൽ നിന്നുമാണ് ഈ റിപ്പോർട്ട് വരുന്നത്. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ നീതിപൂർവമായ പരിഹാരമുണ്ടാകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. വിഷയത്തിൽ ഇടപെടുന്നതിനായി BJP സംസ്ഥാന ഘടകത്തിന്റെ പ്രതിനിധിയായി അനൂപ് റായ്പൂരിലെത്തി. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി, ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മ എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തി. പല തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രതീക്ഷ നൽകുന്ന മറുപടിയാണ് ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ലഭിച്ചത്. അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ മുഴുവൻ വിവരങ്ങളും പുറത്തുവരുമെന്നും അദ്ദേഹം പറയുന്നു. ജയിലിലുള്ള കന്യാസ്ത്രീകളുമായി അനൂപ് കൂടിക്കാഴ്ച നടത്തി. വിഷയം നീതിപൂർവമായി പരിഹരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കും വരെ BJP കൂടെ ഉണ്ടാകും. വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. നിയമപരമായി നടക്കേണ്ട കാര്യങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ഇതിനു മുമ്പും ഇത്തരം വിഷയങ്ങളിൽ BJP ഇടപെടുകയും പരിഹാരങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട്. കഴുകന്റെ രാഷ്ട്രീയം കളിക്കാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികൾ ശ്രമിക്കുന്നതെന്നും അനൂപ് ആന്റണി കുറ്റപ്പെടുത്തി. ഇതാണ് ജന്മഭൂമി പ്രസിദ്ധീകരിച്ച വാർത്ത. പക്ഷേ ഇതിൽ 100% നീതി പുലർത്തിയിട്ടാണോ ഇന്ന് ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന അനൂപ് ആന്റണി പ്രതികരിച്ചത്? അതൊന്ന് കണ്ടു നോക്കുക. അനൂപ് ആന്റണിയുടെ രാഷ്ട്രീയം അതിൽ കാണാനുണ്ട്. അതിൽ വ്യക്തമായ ഒരു അജണ്ടയുമുണ്ട്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച്, ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ബിലാസ്പൂരിലുള്ള സ്പെഷ്യൽ കോടതിയിലേക്കാണ് ഈ ജാമ്യാപേക്ഷ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത്. അത് എല്ലാവരും ചേർന്ന് തീരുമാനിക്കും. കാരണം ഇതിനകത്ത് വക്കീൽ ഇപ്പം സഭയുടെ ഭാഗത്തു നിന്നുള്ള വക്കീലാണ്. ആ വക്കീലിനോടൊപ്പം ചർച്ച ചെയ്യണം. ഉള്ളിൽ അതിന്റെ പ്രൊസീഡിങ്സ് കഴിഞ്ഞിട്ടില്ല, ഓർഡർ കോപ്പി കിട്ടിയിട്ടില്ല. അതും കൂടെ ലഭിക്കുമ്പോൾ അടുത്ത നടപടി എന്താവുന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. കോടതിയിൽ നമ്മുടെ ഒരു വാദം എന്തായിരുന്നു എന്നുള്ളതാണ്. കോടതിയിൽ വളരെ കൃത്യമായിട്ട് ജഡ്ജിയുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ സെഷൻസ് കോടതിയിലെ ജഡ്ജിയുടെ മുമ്പിൽ കാര്യം എത്തുകയും ചെയ്തു. എത്തിയ സമയത്ത് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റ് ഇതിനകത്ത് എതിർപ്പില്ല എന്ന് ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞു. അത് ഉള്ളിൽ നടന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരു എതിർപ്പും ഉണ്ടായില്ല. പക്ഷെ കോടതി പറഞ്ഞത് കോടതിക്ക് ഈ കേസ് പരിഗണിക്കാനാവില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ ആ ഒരു നിയമം ഇൻസ്ട്രക്ഷൻ നിൽക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് തന്നെയും ഈ ബെയിൽ വാങ്ങിക്കേണ്ടത് ഈ പറഞ്ഞ ബിലാസ്പൂരിലുള്ള സ്പെഷ്യൽ കോർട്ടിൽ നിന്നാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഈ പ്രോസിക്യൂഷൻ ശരിക്കും അനുകൂലമായുള്ള പ്രതികരണം തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് ആ വിചാരണ കേട്ടവരെല്ലാം കൃത്യമായി എനിക്ക് ഇൻഫർമേഷൻ നൽകിയത്. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടായിരുന്നു. ഈ കേസ് മാറിപ്പോയത് മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത്. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ഈ ഹൈക്കോടതിയുടെ ഇത് ഇപ്പം അഭിഭാഷകരെ കാണുമ്പോഴാണ് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുക. കാരണം ഇങ്ങനെ നേരത്തെ ചർച്ചയിൽ വന്നപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ബിലാസ്പൂരിലെ സ്പെഷ്യൽ കോർട്ടിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടാവുമായിരിക്കത്തില്ല എന്നൊക്കെ ചർച്ചയിൽ വന്നതാണ്. ഇനി കുറച്ച് ദിവസം അതായത് ഞാൻ കോടതിക്കകത്തില്ലായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. അതിനെനിക്കിപ്പോൾ വക്കീൽ വരുമ്പോൾ ഇപ്പൊ ഞങ്ങളുടെ ലീഗൽ എക്സ്പേർട്സ് ഉണ്ട്. പക്ഷെ അവരാരും കമന്റ്സ് ഒന്നും പറയുന്നില്ല. കോടതിയിൽ ആർഗ്യുമെന്റ് കേട്ടു. നൺസിന്റെ പക്ഷത്തുള്ള വക്കീൽമാരെ അപ്പിയർ ആയി. കോടതി പറയുന്നത് സെക്ഷൻ 273 സെക്ഷൻ അത് NIA കോർട്ടിൽ പോകേണ്ടതാണ്. സ്പെഷ്യൽ കോർട്ട് ഓഫ് NIAക്ക് ഇതിന് ജുറിഡിക്ഷൻ ഉള്ളത് കൊണ്ട് ജുറിഡിക്ഷനിൽ ബേസിൽ ഇത് കാര്യം ചെയ്തു. NIA അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ടാണ് NIA കോടതിയിലേക്ക് പോകുന്നത്? അങ്ങനെ ഒരു അല്ല, അങ്ങനെ അത് കോർട്ടിന്റെ ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. കോർട്ട് ഓറലി പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഓർഡർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓർഡറിന്റെ ഫുൾ ടെസ്റ്റ് നമ്മുടെ കിട്ടിയതിന് ശേഷമേ അതിന്റെ ക്ലാരിറ്റി വരത്തുള്ളൂ. കേട്ടത് അതറിയില്ല. കോർട്ട് അതിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല. കോർട്ടിന്റെ ഫുൾ ടെസ്റ്റ് കിട്ടിയതിന് ശേഷമേ ലീഗലായിട്ട് എന്തെങ്കിലും നമ്മൾ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നും ആരും വന്നിട്ടില്ല. രണ്ട് പക്ഷത്തിന്റെയും വക്കീലും സർക്കാർ വക്കീലും അത്രേ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു സെക്ഷൻ 143
അത് ഷെഡ്യൂൾഡ് ഒഫൻസ് വരുന്നതാണെന്നാണ് കോർട്ടിന്റെ പക്ഷം. അതെന്താണ് കോർട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുള്ളത് ഓർഡർ വരുമ്പോഴേ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതൊരു നടപടിക്രമം എന്ന നിലയ്ക്ക് കരുതുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊരു നടപടിക്രമം മാത്രമേ ഉള്ളൂ. എന്ന് ഞാൻ ഈ ആർഗ്യുമെന്റ് സമയത്ത് ഞാൻ കോർട്ടിൽ ഇല്ലായിരുന്നു. പക്ഷേ ആ ഓർഡർ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ആരുടെ അഭിഭാഷകനാണ്? ഞാൻ അഭിഭാഷകനല്ല. ഗോപകുമാർജിയുടെ നിയമോപദേശം നമ്മൾ നേടിയിരുന്നു ഈ വിഷയത്തിൽ. അദ്ദേഹം ഇവിടെ ഉള്ള ഒരു മുതിർന്ന ഞാൻ ലോയറാണ്. ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയിരുന്നു ഛത്തീസ്ഗഡ് ഹൈക്കോർട്ടിൽ. ഇപ്പോ പിന്നെ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഹൈക്കോർട്ടിൽ. അതെ അതെ, സാങ്കേതിക നടപടിക്രമം മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒരു ടെക്നിക്കൽ തിരിച്ചടിയൊന്നുമല്ല, ഒരു ടെക്നിക്കൽ ടെക്നിക്കൽ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞത് വക്കീൽ പറഞ്ഞത്, ആ മൊത്തം ഓർഡർ കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ കേസിൽ അപ്പീൽ ചെയ്തിട്ടുള്ള വക്കീൽ എന്ന് പറയുന്നത് സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വക്കീലാണ്. അദ്ദേഹത്തെ ഞങ്ങളിപ്പോൾ കാണും. അദ്ദേഹത്തെ കണ്ടു കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് തരാം. താങ്ക് യു. ഏത് കോടതിയിലേക്ക് പോകണം എന്നുള്ളത് ഇനി ചർച്ചയിലൂടെ തീരുമാനിക്കുള്ളൂ. പക്ഷേ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ബിലാസ്പൂരിലുള്ള സ്പെഷ്യൽ കോടതി നോക്കട്ടെ, അതിപ്പോ നോക്കട്ടെ. വളരെ വേഗം തന്നെ. ഏതൊരു സാഹചര്യത്തിലാണ് കേസ് എൻഐഎയുടെ ഇതിലേക്ക് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്? അതാ പറഞ്ഞത്, ഞാൻ കുറച്ചു മുമ്പ് കാര്യങ്ങൾ വക്കീലുമുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതായത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം ഈ കേസ് പരിഗണിക്കാൻ, അതായത് ഇതിന്റെ ബെയിൽ പരിഗണിക്കാൻ ഈ സ്പെഷ്യൽ കോടതി, ബിലാസ്പൂരിലുള്ള സ്പെഷ്യൽ കോടതി മാത്രമേ സാങ്കേതികപരമായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ആ ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. എൻഐഎ ഇടപെടുകയാണ് കേസ്. അങ്ങനൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. ഈ സ്പെഷ്യൽ കോർട്ട് ആണ് ഇതിന് ബെയിൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് സ്പെഷ്യൽ കോർട്ടിലായിരിക്കും ഇത് മൂവ് ചെയ്യേണ്ടത് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഓർഡർ കോപ്പി കിട്ടുമ്പോൾ വ്യക്തമായിട്ട് പറയും. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ സഭാ നേതൃത്വം അടക്കം എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാവരുമായിട്ട് കൂട്ടിയിരുന്ന് ചർച്ച ചെയ്തിട്ട് ആദ്യമേ ഫസ്റ്റ് ലീഗൽ ഒപ്പീനിയൻ തേടും. ഇപ്പോൾ ഈ കേസിൽ അപ്പിയർ ചെയ്തിരിക്കുന്ന വക്കീലുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. ഓർഡറിന്റെ കോപ്പി കിട്ടിയതിനു ശേഷം അത് പഠിക്കും. എന്നിട്ട് അടുത്ത ഇല്ലില്ല, തിരിച്ചടിയൊന്നുമല്ല. ഇതൊരു ടെക്നിക്കൽ അതാ പറയുക, ഹൈക്കോടതിയിൽ മൂവ് ചെയ്യണോ, ഈ സ്പെഷ്യൽ കോടതിയിൽ മൂവ് ചെയ്യണോ, ഇതെല്ലാം വക്കീലുമായിട്ടിരുന്ന് ചർച്ച ചെയ്തിട്ട് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ.